കേരളം ഇന്ന് വെള്ളപ്പൊക്ക ഭീഷണിയെ നേരിടുകയാണ്. ധാരാളം ആൾക്കാർക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് തൊട്ടു പുറകെയാണ് മഴക്കാല രോഗങ്ങൾ നമ്മളെ പിടികൂടുന്നത്. പലതരം രോഗങ്ങളും കൂടുതലായിട്ടുണ്ടാകുവാൻ ഈ വെള്ളപ്പൊക്കം കാരണമാകുന്നുണ്ട്. ഈ വെള്ളപ്പൊക്കം മൂലം ഒന്നാമത് നമ്മൾ കുടിക്കുന്ന ജലം മലിനമാകുന്നു. അതായത് കിണറ്റിലെ വെള്ളം, അതുപോലെ തന്നെ നമ്മൾ കനാലിൽ, അതുപോലെ തന്നെ ആറുകളിൽ ഒക്കെ ഒഴുകി വരുന്ന വെള്ളം മലിനമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മലിനമായ ജലത്തിൽ രോഗാണുക്കൾ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലർക്കും ചീത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ട് വയറ്റിളക്കം ഉണ്ടാകാം, ഛർദി ഉണ്ടാകാം, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന രോഗം ഉണ്ടാകാം. ഇങ്ങനെ പലവിധ രോഗങ്ങളും ഉണ്ടാവും. പിന്നെ അങ്ങനെ വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് മഞ്ഞപ്പിത്തം എന്ന രോഗം സാധാരണ ഉണ്ടാകുന്നത്. അതായത് ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ മഞ്ഞപ്പിത്തമാണ്. അത് കൂടുതലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഉണ്ടാകുന്നത് കുടിക്കുന്ന വെള്ളത്തിൽ കൂടിയാണ്. കുടിക്കുന്ന വെള്ളത്തിൽ കൂടിയോ അല്ലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ് മഞ്ഞപ്പിത്ത രോഗങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് ലെപ്റ്റോസ്പൈറോസിസ് അല്ലെ എലിപ്പനി എന്ന രോഗാവസ്ഥ. അത് പനിയായിട്ടാണ് തുടങ്ങുന്നത്. അത് വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു രോഗാവസ്ഥയാണ്. എല്ലാ വർഷവും എലിപ്പനി ബാധിച്ച് നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പോൾ എലിപ്പനി ഒരു മഞ്ഞപ്പിത്ത രോഗം പോലെയാണ് സാധാരണ തുടങ്ങുന്നത്. അതായത് പനിയോടൊപ്പം മഞ്ഞപ്പിത്തവും ഉണ്ടാവും. അത് രോഗാണുവാഹകരായ ബാക്ടീരിയ, ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് അത് രോഗമുണ്ടാക്കുന്നത്. അത് എലിയുടെ മൂത്രത്തിൽ കൂടിയാണ് വെള്ളത്തിലേക്ക് കലരുന്നത്. അതായത് മഴ വരുമ്പോഴത്തേന് എലി മാളങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എലികൾ കൂട്ടത്തോടെ പുറത്തേക്ക് ചാടും. അപ്പോൾ കൂട്ടത്തോടെ പുറത്തേക്ക് ചാടുമ്പോൾ അതിൻ്റെ മൂത്ര വിസർജനത്തിൽ ഈ അണുക്കൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ കലരുകയും അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ ചവിട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെള്ളത്തിൽ കുളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയ മുറിവുകളുണ്ടെങ്കിൽ ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു രോഗാവസ്ഥയാണ് ഈ ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി. പിന്നെ മറ്റു പല രോഗങ്ങളും ഈ മഴവെള്ള കെടുതി കൊണ്ട് നമുക്കുണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ചെളിവെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലിലാണെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളം നമ്മുടെ ത്വക്കുമായിട്ട് കോണ്ടാക്റ്റ് വരാത്ത രീതിയിലുള്ള എന്തെങ്കിലും നമ്മൾ ധരിക്കുക. കയ്യിലാണെങ്കിൽ നമ്മൾ ഉറകൾ ധരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രമേ ഈ മഴക്കാല സമയത്ത് നമ്മൾ കുടിക്കാവൂ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കും.